ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ഇസ്രായേൽ പാർലമെന്റ് നെസറ്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പൊതുമുതൽ നശിപ്പിക്കുന്നതിനെതിരെ കർശന താക്കീതുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യു കേൽക്കർ. സംസ്ഥാനത്തിന്റെ സ്വന്തം ഇലക്ട്രിക് സൈക്കിളായ KE സൈക്കിളിന്റെ ഉദ്ഘാടനം നാളെ. സൈബർ തട്ടിപ്പുകൾക്കെതിരെ റെയിൽവേ പെൻഷൻകാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി റെയിൽവേ മന്ത്രാലയം. വ്യക്തിഗത വിവരങ്ങൾ കൈമാറാൻ ആവശ്യപ്പെട്ടുള്ള സന്ദേശങ്ങളോട് പ്രതികരിക്കരുതെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിന് ഇസ്രായേലിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആചാരപരമായ സ്വീകരണം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും പത്നിയും വിമാനത്താവളത്തിലെത്തി ശ്രീ നരേന്ദ്രമോദിയെ സ്വീകരിച്ചു. തുടർന്ന് അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇസ്രായേൽ പാർലമെന്റ് നെസറ്റിനെ പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. 8ാം ക്ലാസ്സിലെ NCERT പാഠപുസ്തകത്തിൽ നീതിന്യായ വ്യവസ്ഥയിലെ അഴിമതിയെക്കുറിച്ചുള്ള പരാമർശത്തിൽ കടുത്ത ആശങ്ക അറിയിച്ച് സുപ്രീംകോടതി. വിഷയം അതീവ ഗൌരവമുള്ളതാണെന്ന് നിരീക്ഷിച്ച കോടതി സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചാണ് വിഷയം പരിഗണിച്ചത്. നീതിന്യായ വ്യവസ്ഥയെ അപകീർത്തിപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. പാർലമെന്റ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നിയമങ്ങളും ഏകോപിപ്പിക്കുന്നതിന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും സംയുക്തമായി പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ന്യൂഡൽഹിയിൽ സമാപിച്ച കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദേശീയ വട്ടമേശ സമ്മേളനത്തിൽ ഏകകണ്ഠമായി അംഗീകരിച്ച പ്രഖ്യാപനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നിയമസഭാ പൊതു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പൊതുമുതൽ നശിപ്പിക്കുന്നതിനും റോഡുകൾ വികൃതമാക്കുന്നതിനുമെതിരെ കർശന താക്കീതുമായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യു കേൽക്കർ. പ്രചാരണ രംഗത്തെ തെറ്റായ പ്രവണതകൾ ഒഴിവാക്കാൻ സമഗ്രമായ മാർഗനിർദ്ദേശങ്ങൾ കമ്മീഷൻ പുറത്തിറക്കി. പൊതുവഴികളിലും സർക്കാർ സംവിധാനങ്ങളിലും ചിഹ്നങ്ങൾ വരയ്ക്കുന്നതും പോസ്റ്ററുകൾ പതിപ്പിക്കുന്നതും ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. രാജ്യത്തെ ആദ്യ മാതൃകാ സംയോജിത പുനരധിവാസ ഗ്രാമത്തിന് മലപ്പുറം തിരൂരിൽ തുടക്കമാകുന്നു. പദ്ധതിയുടെ ശിലാസ്ഥാപനം മന്ത്രി ആർ ബിന്ദു നാളെ നിർവഹിക്കും. വിശദാംശങ്ങളിലേക്ക്. ഭിന്നശേഷി കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും ഭാവി ആശങ്കകൾക്ക് പരിഹാരമായി സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത രാജ്യത്തെ ആദ്യ മാതൃക സംയോജിത പുനരധിവാസം ഗ്രാമം പദ്ധതി മലപ്പുറം ജില്ലയിലെ തിരൂരിൽ തുടക്കമാകുന്നു. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒന്നിച്ച് താമസിക്കാനും എല്ലാവിധ പിന്തുണയും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. കേരളത്തിൽ ഏറ്റവും അധികം ഭിന്നശേഷിക്കാരുള്ള ജില്ല എന്ന പരിഗണനയിലാണ് മലപ്പുറത്തെ തെരഞ്ഞെടുത്തത്. തിരൂർ താലൂക്കിലെ കുറുമ്പത്തോർ, ആദവനാട്, പുത്തനത്താണിയിലെ 5 ഏക്കർ ഭൂമിയിലാണ് ബൃഹത് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കേരളത്തിന്റെ സ്വന്തം ഇലക്ട്രിക് സൈക്കിളായ KE സൈക്കിളിന്റെ ഉദ്ഘാടനം മന്ത്രി VN വാസവൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കോസ്റ്റക്കും തിരുവനന്തപുരം റോട്ടറി ക്ലബ്ബും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന പുരാരേഖാ വകുപ്പിന് കീഴിലുള്ള 1 കോടിയിൽ പരം വരുന്ന താളിയോല രേഖകളുടെ സൂക്ഷിപ്പിനും പഠന ഗവേഷണത്തിനുമായി ഇന്റർനാഷണൽ ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെന്റർ യാഥാർത്ഥ്യത്തിലേക്ക്. തിരുവനന്തപുരത്തെ കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നാളെ സെന്റർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ വിവിധ മേഖലകളിലെ തൊഴിലാളികളുടെ കഴിവും ഉൽപാദനക്ഷമതയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നൽകുന്ന തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം മന്ത്രി V ശിവൻകുട്ടി മറ്റന്നാൾ വിതരണം ചെയ്യും. 20 മേഖലകളിലെ തൊഴിലാളികളെയാണ് പുരസ്കാരത്തിന് പരിഗണിച്ചത്. കേന്ദ്ര കുടിവെള്ള ശുചിത്വ വകുപ്പിന്റെ നേതൃത്വത്തിൽ ബഹുഭാഷ സുജൽ ഗ്രാം സംവാദിന്റെ 4ാം പതിപ്പ് സംഘടിപ്പിച്ചു. വിവിധ പ്രാദേശിക ഭാഷകളിലായി 6 ഗ്രാമപഞ്ചായത്ത് ആസ്ഥാനങ്ങളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോഴിക്കോട് കുന്നമ്മൽ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളും ജലജീവൻ ദൌത്യത്തിന്റെ ഗുണഭോക്താക്കളും മലയാളത്തിൽ അനുഭവങ്ങൾ പങ്കുവച്ചു. 2026 പ്രധാനമന്ത്രിയുടെ യോഗ അവാർഡുകൾക്കായി അപേക്ഷ ക്ഷണിച്ച് ആയുഷ് മന്ത്രാലയം. യോഗയുമായി ബന്ധപ്പെട്ട പങ്കാളിത്തം, നവീകരണം, നേതൃത്വം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പരിപാടി. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി അടുത്ത മാസം 21. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്.
സൈബർ തട്ടിപ്പുകൾക്കെതിരെ റെയിൽവേ പെൻഷൻകാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി റെയിൽവേ മന്ത്രാലയം. വ്യാജ ഫോൺ കോളുകൾ, SMS, വാട്സാപ്പ് സന്ദേശങ്ങൾ എന്നിവ വഴി പെൻഷൻകാരുടെ വ്യക്തിഗത വിവരങ്ങളും സാമ്പത്തിക വിവരങ്ങളും തട്ടിപ്പുകാർ ചോർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇത്തരം സന്ദേശങ്ങളോട് പ്രതികരിക്കരുതെന്നും വിവരങ്ങൾ കൈമാറരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. മികച്ച കർഷകർ രാജ്യത്തിന് അഭിമാനമാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. തിരുവനന്തപുരം കനകക്കുന്നിൽ നടന്ന ചടങ്ങിൽ 2024 വർഷത്തെ മികച്ച കർഷകർക്കും ഉദ്യോഗസ്ഥർക്കുമുള്ള പുരസ്കാരം വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി. കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ മൃഗസംരക്ഷണ വകുപ്പ് നിർണായക പങ്ക് വഹിക്കുന്നതായി ശ്രീമതി ചിഞ്ചുറാണി പറഞ്ഞു. കേരളത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ മൃഗസംരക്ഷണ മേഖലയ്ക്ക് അതീവ പ്രാധാന്യമുള്ള ഒരു സ്ഥാനമാണ് ഇന്ന് ഉള്ളത്. നമ്മുടെ സംസ്ഥാനത്തെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ കരുതലായി നിലകൊള്ളുന്ന ഈ മേഖല കർഷകരുടെ തന്നെ വരുമാനം വർദ്ധിപ്പിക്കുവാനും തൊഴിൽ സൃഷ്ടിക്കുവാനും പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വലിയ പങ്ക് വഹിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരം കോവളത്ത് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ ഭക്ഷ്യ സാംസ്കാരിക മേളയ്ക്ക് മറ്റന്നാൾ തുടക്കം. തിരുവനന്തപുരം IHM ക്യാമ്പസിൽ വൈകുന്നേരം 6:30 മുതൽ രാത്രി 9:30 വരെയാണ് മേള നടക്കുന്നത്. കേരളം എന്ന പേരുമാറ്റം നാടിന്റെ സാംസ്കാരിക വീണ്ടെടുപ്പിന്റെ തുടക്കമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വികസിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണം എന്നിവ വെറും മുദ്രാവാക്യങ്ങളല്ലെന്നും ദൗത്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. കുടിവെള്ളം, ഡ്രെയിനേജ്, റോഡ് എന്നിവ സംബന്ധിച്ച പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കാൻ കളക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മലയാറ്റൂർ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിലയിരുത്താൻ റോജി M. ജോൺ MLA അധ്യക്ഷതയിൽ എറണാകുളത്ത് അവലോകന യോഗം ചേർന്നു. അടുത്ത മാസം 28 മുതൽ ഏപ്രിൽ 19 വരെയാണ് മലയാറ്റൂർ തീർത്ഥാടനം. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം ചക്രവാത ചുഴിയായി ദുർബലമായി. കേരളത്തിൽ അടുത്ത മാസം 1 വരെ ഇടിമിന്നലോടുകൂടിയ നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരം കാര്യവട്ടത്ത് പ്രവർത്തിക്കുന്ന സായി LNCPE സ്പോർട്സ് സ്പെസിഫിക് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിംഗ് എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സിമ്പോസിയത്തിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ സിമ്പോസിയം ഉദ്ഘാടനം ചെയ്യും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലൈഫ് ഗാർഡുമാർ സംസ്ഥാന വ്യാപകമായി നടത്തിവന്ന 2 ദിവസത്തെ രാപ്പകൽ സമരം സമാപിച്ചു. M. വിൻസെന്റ് MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലൈഫ് ഗാർഡുമാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക, സർവീസിൽ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയവയാണ് സമരാനുകൂലികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ. പരമ്പരാഗത കഴിവുകളെ ആധുനിക വിപണികളുമായി ബന്ധിപ്പിക്കുന്ന ഇടനാഴിയായി ആത്മനിർഭർ ഭാരത് പദ്ധതി മാറിക്കഴിഞ്ഞതായി ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ചെയർമാൻ മനോജ് കുമാർ. ഗ്രാമോദ്യോഗ് വികാസ് യോജനയുടെ ഭാഗമായി വിവിധ പരിശീലന പദ്ധതികളുടെ സർട്ടിഫിക്കറ്റ്, ടൂൾസ് കിറ്റ് വിതരണം തൃശൂർ അവിണിശ്ശേരി ഖാദി കേന്ദ്രത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ പ്രാദേശിക വിപണിയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണെന്നും ശ്രീ മനോജ് കുമാർ പറഞ്ഞു. വയനാട് പുൽപ്പള്ളിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. പാളക്കൊല്ലി ഉന്നതിയിലെ നാരായണനാണ് വനാതിർത്തിയോട് ചേർന്ന റോഡിൽ ഇന്നുച്ചയോടെയുണ്ടായ ആക്രമണത്തിൽ കൈക്ക് പരിക്കേറ്റത്. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1 18 വയസ്സ് പൂർത്തിയായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. തിരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇസ്രായേൽ പാർലമെന്റ് നെസറ്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും. കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പൊതുമുതൽ നശിപ്പിക്കുന്നതിനെതിരെ കർശന താക്കീതുമായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. സംസ്ഥാനത്തിന്റെ സ്വന്തം ഇലക്ട്രിക് സൈക്കിളായ KE സൈക്കിളിന്റെ ഉദ്ഘാടനം നാളെ. സൈബർ തട്ടിപ്പുകൾക്കെതിരെ റെയിൽവേ പെൻഷൻകാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി റെയിൽവേ മന്ത്രാലയം. വ്യക്തിഗത വിവരങ്ങൾ കൈമാറാൻ ആവശ്യപ്പെട്ടുള്ള സന്ദേശങ്ങളോട് പ്രതികരിക്കരുതെന്ന് മുന്നറിയിപ്പ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.